UNA ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുഹാസ് മഞ്ചേരി. കേരളത്തിൽ വന്നിട്ടുള്ള സിനിമകളിൽ ഏറ്റവും വയലന്റ് ഫിലിം എന്ന ടാഗോട് കൂടി എത്തിയ പടമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. കിൽ എന്ന സിനിമ കാണാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല. കാരണം 2024 മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ടാഗോട് കൂടി വന്ന ഒരു സിനിമയാണ് കിൽ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ ഇറങ്ങിയ ഒരു പടമാണ്. നിഖിൽ നാഗേഷ് സംവിധാനം ചെയ്ത് ലക്ഷയ്, രാഘവ്, അതുപോലെ തന്നെ ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയ വമ്പൻ താരനിരയുമായിട്ട് വന്ന മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗോട് കൂടി വന്ന ഫിലിമാണ് കിൽ എന്ന് പറയുന്നത്. അത് ഹിന്ദിയിലും അതുപോലെ തന്നെ മലയാളക്കരയിലും വളരെയധികം ഹിറ്റോടെ ഓടിയ പടമാണ്. മലയാളികൾക്കും അതുപോലെ ഇത്തരത്തിലുള്ള സിനിമകൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കിൽ എന്ന സിനിമക്കും വലിയൊരു ആവേശമാണ്, വലിയ ജനങ്ങളാണ് അത് നെഞ്ചിലേറ്റിയത്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ നായകനായി ഷെരീഫ് മുഹമ്മദും ഉണ്ണി മുകുന്ദനും കൂടി സംയുക്തമായി പ്രൊഡ്യൂസ് ചെയ്ത ഹനീഫ് അദേനി സംവിധാനം ചെയ്ത സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത്. മാർക്കോയ്ക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരവേൽപ്പ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള യുവ നടന്മാർക്ക് കിട്ടുന്നതിലേറെ പ്രശംസയും ഏറെ വരവേൽപ്പും ഇപ്പോൾ ജനങ്ങൾ ഉണ്ണി മുകുന്ദന് നൽകിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന സിനിമ. മാർക്കോ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പല പരാമർശങ്ങളും അതിൽ അഭിനയിച്ച നടന്മാരും അല്ലാതെയുള്ള നടന്മാരുടെ പല പരാമർശങ്ങളും അഭിപ്രായങ്ങളും ആ സിനിമയെ വമ്പൻ ഹൈപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ആ സിനിമയിൽ അഭിനയിച്ച ജഗദീഷ് ഏട്ടൻ, സീനിയർ ആക്ടറായിട്ടുള്ള ജഗദീഷ് ഏട്ടൻ പറഞ്ഞു, താൻ ഇതുവരെ സിനിമയിൽ ചെയ്യാത്ത വേഷം, അതുപോലെ കണ്ടാൽ പേടിപ്പിക്കുന്നതും മറപ്പുളവാക്കുന്നതുമായിട്ടുള്ള കഥാപാത്രമായിട്ട് ഞാൻ ഇതിൽ വന്നിട്ടുണ്ട്, എൻ്റെ ഇമേജ് മൊത്തം തകർക്കുന്നതാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ കൊണ്ട് വളരെയധികം ഹൈപ്പ് നേടിയ സിനിമയാണ്. അതുപോലെ തന്നെ ഇതുവരെ കേരളക്കര കാണാത്ത വയലൻസ് മൂവി എന്ന രീതിയിൽ അത്രത്തോളം ആക്ഷൻസുകളും മറ്റു തരത്തിലുള്ള സീനുകളെല്ലാം കുത്തി നിറച്ചിട്ടുള്ള മൂവി എന്ന രീതിയിൽ വളരെയധികം ഹൈപ്പ് ലഭിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയിട്ടാണ് മാർക്കോ എന്ന് പറയുന്നത്. ഈ മാർക്കോ തന്നെയായിരുന്നു അതിലുള്ള ഒരു ഗാനം വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയപ്പോൾ, അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ പാട്ട് തന്നെ മാറ്റി വേറെ അത്യാവശ്യം ഭയങ്കര ഇന്ത്യയിൽ തന്നെ വളരെയധികം ഹൈപ്പ് നേടിയിട്ടുള്ള പാട്ടുകൾ തയ്യാറാക്കിയ ഒരു വ്യക്തിയെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ആ പാട്ട് പിന്നെയും ഹിറ്റ് ലിസ്റ്റിലേക്ക് കയറി എന്ന് പറയുന്നതും ഈ മാർക്കോയിൽ നിന്നുള്ള ഒരു സോങ് തന്നെയായിരുന്നു. അപ്പൊ വളരെ അധികം പിന്തുണയോട് കൂടിയിട്ട് എത്തിയിരിക്കുന്ന മാർക്കോ എന്ന സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പിന്തുണ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂവിക്ക് മലയാളത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ സ്വീകാര്യത നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് തെറി എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കായി വന്നിട്ടുള്ള ബേബി ജോൺ എന്ന് പറയുന്ന സിനിമ. ബോളിവുഡിലെ യുവ നടന്മാരിൽ വളരെയധികം ശ്രദ്ധേയനും അതുപോലെ തന്നെ യൂത്ത് ഐക്കൺ എന്ന പദവിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വരുൺ ധവാൻ എന്ന് പറയുന്ന ആക്ടർ അഭിനയിച്ച പടം കൂടിയാണ് ഈ ബേബി ജോൺ എന്ന് പറയുന്നത്. കീർത്തി സുരേഷ് നായികയായിട്ടുള്ള ഫിലിമാണ്. അത് മാത്രമല്ല ആ സിനിമയിൽ വമ്പൻ ക്യാമിയോ റോളുമായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനും അതിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിരിക്കെ ഈ പടത്തിന് ഇപ്പോൾ സ്വീകാര്യത കുറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും കാണുന്നതുമായിട്ടുള്ള സിനിമയായി മാർക്കോ മാറുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബോളിവുഡിലെ ശ്രദ്ധേയ സംവിധായകരിൽ ഒരാളായിട്ടുള്ള രാം ഗോപാൽ വർമ്മ, അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതായത് മാർക്കോയ്ക്ക് കിട്ടുന്ന ഹൈപ്പ് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന പ്രസ്താവനയാണ്, എന്ന അഭിപ്രായമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. അതുമാത്രമല്ല അവിടെയുള്ള പല യൂട്യൂബ് ബ്ലോഗേഴ്സുകളും ഈ സിനിമയെക്കുറിച്ച് നല്ല രീതിയിലുള്ള റെസ്പോൺസുകളാണ് അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് തൻ്റെ യൂട്യൂബിലൂടെയും അല്ലാതെയും അവർ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ പരത്തിലുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്തിലുള്ള ഒരു സ്വീകാര്യതയും ഒരു വരവേൽപ്പുകളും നോർത്ത് ഇന്ത്യൻസ് നൽകി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല
അതവിടെ റിലീസ് ചെയ്യുമ്പോൾ 30 തിയേറ്ററുകളിൽ മാത്രമായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോഴത് 335 തിയേറ്ററുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത മാർക്കോ എന്ന സിനിമയുടെ വിജയത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഹനീഫ് അദേനി എന്ന് പറയുന്ന സംവിധായകന്റെ തിരിച്ചുവരവായിട്ട് മാർക്കോ എന്ന സിനിമയെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. കാരണം അദ്ദേഹം ചെയ്ത പല സിനിമകളും, മമ്മൂക്കയെ നായകനാക്കിക്കൊണ്ട് ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ അദ്ദേഹം ചെയ്തു. അതേപോലെ തന്നെ നിവിൻ പോളിയെ നായകനാക്കിക്കൊണ്ട് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമ എടുത്തു. എന്നാൽ ആ സിനിമ അദ്ദേഹത്തിന് വേണ്ടത്ര വിജയം നേടിക്കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ മിഗായേൽ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയാണ് ഈ സിനിമ എന്ന് പലരും പറയുമെങ്കിലും ഈ സിനിമ മിഗായിലിന്റെ തുടർച്ചയല്ല, അതിന്റെ സ്പിൻ ഓഫ് ആയിട്ട് വന്ന ഒരു സിനിമയാണ്. നിവിൻ പോളി തന്നെയായിരുന്നു ആ സിനിമയിൽ നായകൻ. അതേപോലെ തന്നെ അതിൽ വില്ലനായിട്ട് കഥാപാത്രം അവതരിപ്പിച്ചത് ഉണ്ണി മുകുന്ദനെയാണ്. എന്നാൽ ഈ സിനിമയിൽ വില്ലനെ ഹീറോ ആക്കി അല്ലെങ്കിൽ ഹീറോ പരിവേഷം നൽകി എന്ന പ്രത്യേകതയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ചിലപ്പോൾ അത്തരത്തിലുള്ള സിനിമ ആദ്യമായിട്ടായിരിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദേനിയുടെ സിനിമകൾ നോക്കുമ്പോൾ അതിൽ വളരെയധികം ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിട്ട് മാർക്കോയെ കാണാം. അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദനും ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന ആളും കൂടിയിട്ടാണ് ക്യൂബ് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന, ഷെരീഫ് മുഹമ്മദിന്റെ ക്യൂബ് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസും ഉണ്ണി മുകുന്ദനും സംയുക്തമായി ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലുള്ള കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ വമ്പൻ കാസ്റ്റിംഗ് ആണ് ഇതിൽ ഉള്ളത്. ഉണ്ണി മുകുന്ദന് പുറമെ കബീർ ദുഹാൻ സിംഗ് എന്ന് പറയുന്ന ശക്തമായ വില്ലൻ വേഷവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റ് ലിസ്റ്റിൽ കയറിയതാണ്. ടെർബോയിൽ അദ്ദേഹം വില്ലൻ വേഷം അവതരിപ്പിച്ചു. അതേപോലെ തന്നെ ARM എന്ന് പറയുന്ന ടൊവി മൂവിയിലും അദ്ദേഹം വില്ലൻ വേഷം അഭിനയിച്ചു കഴിഞ്ഞു. മാർക്കോയിലും വമ്പൻ വില്ലത്തരവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കാസ്റ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ ജഗദീഷ് ചേട്ടനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടറുമായിട്ടാണ് അദ്ദേഹം സ്ക്രീനിൽ നിറഞ്ഞാടിയത്. അതേപോലെ തന്നെ ആൻസൺ പോൾ, കലാഭവൻ ഷാജോൺ, ഷമി തിലകൻ ചേട്ടന്റെ മകനായിട്ട് അഭിമന്യു തിലകിന്റെ ഒരു വില്ലൻ വേഷമുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സുദേവ് നായർ പോലെയുള്ള അഭിനേതാക്കൾ, സിദ്ദീഖിക്കയും അതുപോലെ തന്നെ ഒരു വലിയ വേഷം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മികച്ച കാസ്റ്റിംഗുമായിട്ടാണ് മാർക്കോ എന്ന സിനിമ വരവറിയിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 30 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഏകദേശം 80 കോടിയോട് അടുത്തിരിക്കുകയാണ് ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് രവി ബസൂറിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ മ്യൂസിക് കമ്പോസറെ കിട്ടിയത് കൊണ്ട് തന്നെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ മാർക്കോയ്ക്ക് സാധിച്ചു എന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയായിരുന്നു അതിലുള്ള ഓരോ ഗാനങ്ങളും, അതിന്റെ BGM ആയിക്കോട്ടെ, എല്ലാം വളരെയധികം ഹിറ്റായി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. ഇനി നേരെ നമുക്ക് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന റൈസിംഗ് സ്റ്റാറിലേക്ക് കടന്നു വരാം. അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഒരു മലയാളം സിനിമയുമായിട്ട് മുന്നോട്ട് വരുന്നത്. 7 വർഷക്കാലമായി അദ്ദേഹം ഫൈറ്റ് സീനിൽ അഭിനയിച്ചിട്ട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് എന്നാണ് അദ്ദേഹം പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ടത് തന്നെയാണ്. കാരണം അത്തരത്തിലാണ് ഇദ്ദേഹം ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിന്റെ ട്രെയിലർ നമ്മൾ കണ്ടപ്പോൾ തന്നെ വളരെയധികം അത്ഭുതപ്പെട്ടതാണ്. അതിലുള്ള ഓരോ സീനുകളും, ഇപ്പൊ ചെവി പറിച്ചു കടിക്കുന്ന സീനുകളുണ്ട്. അങ്ങനെ മോസ്റ്റ് വയലന്റ് ആയിട്ട് വളരെയധികം വയലന്റ് മൂവി ആയിട്ട് മലയാളത്തിൽ ഇറങ്ങി എന്നതിനുപരി അത് ഇന്ത്യയിൽ മൊത്താകെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായി മാറി എന്നതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട സവിശേഷത. നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ എന്ന സിനിമ നടനെ കുറിച്ച് വളരെയധികം കഷ്ടപ്പാടുകളും സ്ട്രഗിളിങ്ങോട് കൂടിയിട്ടാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. അങ്ങനെ പിച്ച വെച്ച് വരുമ്പോഴാണ് അദ്ദേഹത്തിന് നല്ലൊരു ഹിറ്റായിട്ട് ഈ മല്ലു സിംഗ് എന്ന് പറയുന്ന സിനിമ ലഭിക്കുന്നത്. അങ്ങനെ മസ്ലളിയൻ എന്ന പേരിൽ തുടങ്ങിയ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന താരത്തിന് വലിയ ഹിറ്റുകളൊന്നും അദ്ദേഹത്തിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ അദ്ദേഹത്തിന് ഹിറ്റുകൾ സമ്മാനിച്ച സിനിമകൾ നോക്കുകയാണെങ്കിൽ മേപ്പടിയാൻ, അതേപോലെ തന്നെ മാളികപ്പുറം, ഈ മല്ലു സിംഗ് എന്നീ സിനിമകൾ മാറ്റി നിർത്തിയാൽ വലിയ ഹിറ്റുകളൊന്നും വേണ്ടത്ര പറയാൻ ഇദ്ദേഹത്തിന്റെ സിനിമകൾ കൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മാർക്കോ എന്ന സിനിമ
അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർത്തുകയും അതേപോലെ തന്നെ അദ്ദേഹത്തെ മറ്റൊരു രീതിയിൽ ഇന്ത്യൻ സിനിമയിൽ എത്തിക്കും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം വളരെയധികം സ്ട്രഗിളിങ്ങോട് കൂടി വന്ന ഒരു നടനാണ്. വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് എന്ന് അദ്ദേഹം പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതെല്ലാം കണ്ടതുമാണ്. ഇദ്ദേഹത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം ജനപ്രീതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല സിനിമകളും അദ്ദേഹത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള സിനിമകളായി മാറിയിട്ടുണ്ട്. മല്ലു സിംഗ് പോലെയുള്ള സിനിമകൾ അദ്ദേഹത്തിന് വളരെയധികം സഹായിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ തന്നെ. ആ ഒരു തുടക്കം അദ്ദേഹത്തിന് കിട്ടിയെങ്കിലും പക്ഷേ പിന്നീട് അങ്ങോട്ട് പല സിനിമകളും വേണ്ടത്ര ശ്രദ്ധ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വേണ്ടത്ര ശ്രദ്ധ നേടിക്കൊടുക്കുവാനും ആ സിനിമകൾ കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹിറ്റായ പല സിനിമകളുണ്ട്. മല്ലു സിംഗ് ഉൾപ്പെടെ വിക്രമാദിത്യനുണ്ട്, അതേപോലെ തന്നെ മേപ്പടിയാൻ, ജനതാ ഗാരേജ്. അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് മാറി മറ്റൊരു ഇൻഡസ്ട്രി സിനിമയിൽ അഭിനയിച്ചതിലൂടെ അദ്ദേഹത്തിന് അവിടെയും നല്ലൊരു ഫാൻസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാളികപ്പുറം, ഈ പറയുന്ന സിനിമകളെല്ലാം അദ്ദേഹത്തിന് ഹിറ്റുകൾ സമ്മാനിച്ചെങ്കിലും ഹിറ്റുകളേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പല സിനിമകളും നിരാശയാണ് സമ്മാനിച്ചത്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി അല്ലെങ്കിൽ ആ നിൽക്കുന്ന ഗ്രാഫിൽ നിന്നും കുറച്ച് സമയമെടുത്തെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, മാർക്കോയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. മറ്റൊരു തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഈ കരിയർ മാറ്റും, അല്ലെങ്കിൽ ഈ സിനിമ അദ്ദേഹത്തിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലൊരു പിന്തുണയും ഒരു സപ്പോർട്ടും ഇദ്ദേഹത്തിന് മറ്റു ഭാഷയിൽ നിന്നും കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ അതിന്റെ കാര്യം. ഈ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത് പാൻ ഇന്ത്യൻ ആയിട്ടാണ്. അതായത് മലയാളം ഭാഷയ്ക്ക് പുറമെ ഇത് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഹിന്ദിയിലാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഇനി വരും ദിവസങ്ങളിൽ മറ്റു ഭാഷകളിലേക്കും അത് മൊഴി മാറ്റം ചെയ്ത് ഇറങ്ങും. അപ്പോഴും അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ രീതിയിലാണ് ഈ സിനിമയുടെ പോക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടൻ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഈ രാഷ്ട്രീയ നിലപാടുള്ളത് കൊണ്ട് തന്നെ അതിനെ പല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുവാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മാർക്കോ എന്ന സിനിമയിൽ നമുക്ക് ആ മൂവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തരത്തിലുള്ള ഡീഗ്രേഡ് കാണാനേ സാധിക്കില്ല. കാരണം സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ, ഒരു യഥാർത്ഥ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെയല്ല ആ സിനിമയിൽ കാണുന്നത്. യഥാർത്ഥ ഒരു സിനിമാ പ്രേമി നോക്കുന്ന എന്താണ്? ആ സിനിമയാണ് നോക്കുന്നത്, ആ സിനിമയുടെ കണ്ടന്റ് ആണ് നോക്കുന്നത്. അത് ആ പ്രേക്ഷകനെ എത്രത്തോളം സ്വാധീനിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നു എന്നത് മാത്രമാണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സിനിമാ പ്രേമി നോക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ മാർക്കോ എന്ന സിനിമ വളരെയധികം മുന്നിട്ട് കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ പറയുന്ന ഡീഗ്രേഡിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാൻ ഉണ്ണി മുകുന്ദന് സാധിക്കട്ടെ. ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറുന്ന രീതിയിൽ നല്ല സിനിമകൾ ചെയ്ത് പ്രേക്ഷകനെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി.